ഓം വാസുദേവായ പ്രത്യുമ്നായ അനിരുദ്ധായ സംഘർഷണായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ പഞ്ചപഞ്ചാശത്തമോധ്യായഃ. 55-ാമത്തെ അധ്യായത്തില് 21-ാമത്തെ ശ്ലോകം മുതൽ 40-ാമത്തെ ശ്ലോകം വരെയാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ശംബരനും പ്രത്യുമ്നനുമായി ഗദായുദ്ധം തുടങ്ങി എന്നാണ് പഠിച്ചത്. ഉടനെ തന്നെ ശംബരൻ എന്ത് ചെയ്തു? മായാവിദ്യകൾ പ്രയോഗിക്കാൻ തുടങ്ങി. അവൻ ആകാശത്തിലേക്ക് ഉയർന്ന് ശരവർഷം പെയ്യിച്ചു. അപ്പോൾ പ്രത്യുമ്നനും തിരിച്ച് മഹാമായാവിദ്യ പ്രയോഗിച്ചു. അത് കഴിഞ്ഞ് പ്രത്യുമ്നൻ മൂർച്ചയുള്ള വാളുകൊണ്ട് ശംബരന്റെ തല വെട്ടി. ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി. മായാവതി പ്രത്യുമ്നനെയും കൊണ്ട് ആകാശമാർഗം സഞ്ചരിച്ച് കൃഷ്ണന്റെ രാജധാനിയിലെത്തി. പ്രത്യുമ്നൻ തന്റെ മകനാണെന്നറിഞ്ഞ് രുക്മിണിക്ക് വളരെ സന്തോഷമായി. കൃഷ്ണൻ, രുക്മിണി, വസുദേവൻ, ദേവകി, അന്തഃപുരവാസികളെല്ലാം പ്രത്യുമ്നനെയും രതീദേവിയെയും ആലിംഗനം ചെയ്ത് സന്തോഷത്തിൽ ആറാടി. പ്രജാവാസികൾക്കെല്ലാം വളരെയധികം സന്തോഷമുണ്ടായി. ഇത്രയും ഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. സചമായാം സമാശ്രിത്യാം ദൈതേയീം മയദർശിതാം മുമുജേ അസ്ത്രമയം വർഷം കാർഷ്ണൗ വൈഹായസോ അസുരഃ സഹ ച മായാം സമാശ്രിത്യ ദൈതേയീം മയദർശിതാം. മയദർശിതാം, മയനാൽ പഠിപ്പിക്കപ്പെട്ട. ശംബര അസുരൻ ആരിൽ നിന്നാണ് ഈ മായാവിദ്യകൾ പഠിച്ചത്? മയനിൽ നിന്ന്, മയൻ എന്ന അസുരനിൽ നിന്നാണ് മായാവിദ്യകളെല്ലാം പഠിച്ചത്. അപ്പൊ മയനാൽ പഠിപ്പിക്കപ്പെട്ട ദൈതേയി, അസുരന്മാരെ സംബന്ധിച്ച മായയെ സമാശ്രിത്യ ആശ്രയിച്ചിട്ട് വൈഹായസഹ ആകാശത്തിൽ പ്രവേശിച്ചു. അപ്പൊ ഗദായുദ്ധത്തില് പ്രത്യുമ്നനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ ശംബരാസുരൻ മയൻ പഠിപ്പിച്ചു കൊടുത്ത മായാവിദ്യകൾ പ്രയോഗിക്കാൻ തുടങ്ങി. അവൻ ഉടനെ തന്നെ ആകാശത്തിലേക്ക് ഉയർന്നു. വൈഹായസഹ ആകാശത്തിൽ പ്രവേശിച്ച് സഹ അസുരക, ആ അസുരൻ ശംബരാസുരൻ കാർഷ്ണൗ കൃഷ്ണപുത്രനിൽ പ്രത്യുമ്നനിൽ അസ്ത്രമയം വർഷം ശരവർഷത്തെ മോചിപ്പിച്ചു. ഇപ്പൊ ആകാശത്തിൽ മറഞ്ഞിരുന്നുകൊണ്ട് അസ്ത്രങ്ങൾ ത്വരിതരെ പ്രത്യുമ്നനിലേക്ക് അയച്ചു. സചമായാം സമാശ്രിത്യ ദൈതേയീം മയദർശിതാം മുമുജേ അസ്ത്രമയം വർഷം കാർഷ്ണൗ വൈഹായസോ അസുരാം. ശ്ലോകം 22. ബാധ്യമാനോ അസ്ത്രവർഷേണ രൗക്മിണേയോ മഹാരഥഃ സത്വാത്മികാം മഹാവിദ്യാം സർവമായോപമർദിനീം. ബാധ്യമാനഃ അസ്ത്രവർഷേണ രൗക്മിണേയഃ മഹാരഥഃ സത്വാത്മികാം മഹാവിദ്യാം സർവമായ ഉപമർദിനീം. അസ്ത്രവർഷേണ, അസ്ത്രവർഷം കൊണ്ട്, ശരവർഷത്താൽ ബാധ്യമാനക ബാധിക്കപ്പെട്ടിരിക്കുന്ന മഹാരഥഃ രൗക്മിണേയഃ മഹാരഥനായ രുക്മിണീപുത്രൻ പ്രത്യുമ്നൻ സർവമായോപമർദിനി സർവമായയെ നശിപ്പിക്കുന്ന സത്വാത്മികാം സത്വഗുണപ്രധാനമായിരിക്കുന്ന മഹാവിദ്യയെ പ്രയോഗിച്ചു. ഇപ്പോൾ മായാവിദ്യയൊക്കെ മായാവതി പ്രത്യുമ്നന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ശംബരൻ മായാവിദ്യ പ്രയോഗിച്ചപ്പോൾ
അതിനെല്ലാം നശിപ്പിക്കുന്ന മഹാമായ വിദ്യ പ്രദ്യുമ്നൻ പ്രയോഗിച്ചു. ബാധ്യമാനോ അസ്ത്രവർഷേണ രൗമിണേയോ മഹാരഥ സത്വാത്മികാം മഹാവിദ്യാം സർവമായോപമർദിനീം. ശ്ലോകം 23. തതോ ഗുഹ്യക ഗാന്ധർവ പൈശാചോരകരാക്ഷസീ പ്രായുക്ത ശതശോ ദൈത്യ കാഷ്ണീർ വ്യഥമയത് സതാഹ. തതോ തതഃ അനന്തരം ഗൗഹ്യ എന്ന് വെച്ചാൽ ഗുഹ്യന്മാർ, ഗന്ധർവന്മാർ, പൈശാച പിശാചുക്കൾ, പൈശാചോ ഉരക സർപ്പങ്ങൾ, രാക്ഷസന്മാർ ഇവരുടെ എല്ലാ വിദ്യകളെയും പ്രായുങ്ക ശതശഃ നൂറുകണക്കിന് ബഹുപ്രാവശ്യം ധാരാളം പ്രാവശ്യം പ്രായുങ്തഃ എന്ന് വെച്ചാൽ പ്രയോഗിച്ചു. അപ്പോൾ എല്ലാ വിദ്യകളും എല്ലാ വിദ്യകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഗുഹ്യന്മാർ, ഗന്ധർവന്മാർ, പിന്നെ പിശാചുക്കൾ, സർപ്പങ്ങൾ ഇവയുടെ എല്ലാ വിദ്യകളെയും ശംബരാസുരൻ പ്രയോഗിച്ചു. സഹ കാർഷ്ണിഹി കൃഷ്ണപുത്രനായ പ്രദ്യുമ്നൻ അവയെ വ്യഥമയത് എല്ലാം നശിപ്പിച്ചു. അപ്പൊ അവൻ പ്രയോഗിച്ച മായാവിദ്യകൾക്കെതിരായി മായാവിദ്യകൾ പ്രയോഗിച്ച് എല്ലാ മായാവിദ്യകളെയും നശിപ്പിച്ചു. തതോ ഗുഹ്യക ഗാന്ധർവ പൈശാചോ ഉരക രാക്ഷസീ പ്രായുക്ത ശതശോ ദൈത്യ കാഷ്ണിർവ്യഥമയത് സതാഹ. ശ്ലോകം 24. നിഷാദം അസിം ഉദ്യമ്യ സ കിരീട സ കുണ്ടലം ശംബരസ്യ ശിരക്കായാത് താമ്രശ്മശ്രോ ഓജസ അഹരത്. നിഷാദം അസിം ഉദ്യമ്യ സ കിരീടം സ കുണ്ടലം ശംബരസ്യ ശിരഃ കായാത് താമ്ര ശ്മശ്രു ഓജസ അഹരത്. നിഷാദം ഏറ്റവും നിശിതമായ മൂർച്ചയുള്ള അസി വാളിനെ ഉയർത്തിയിട്ട് ഉടനെ പ്രദ്യുമ്നൻ എന്ത് ചെയ്തു? മൂർച്ചയുള്ള ഒരു വാളെടുത്ത് സ കിരീടത്തോടുകൂടിയും സ കുണ്ടലത്തോടുകൂടിയും താമ്രശ്മശ്രു താമ്രങ്ങളായ ചെമ്പിച്ച രോമങ്ങളോട് കൂടിയതുമായ ശംബരന്റെ ശിരസിനെ കായാ ദേഹത്തിൽ നിന്ന് ഓജസ ബലം കൊണ്ട് അഹരത് മുറിച്ചിട്ടു. അപ്പോ ശംബരന്റെ പ്രദ്യുമ്നൻ എന്ത് ചെയ്തു? മൂർച്ചയുള്ള വാളെടുത്ത് ശംബരന്റെ കഴുത്ത് വെട്ടി തല അറത്തിട്ടു. നിഷാദസിമുദ്യമ്യ സ കിരീടം സ കുണ്ടലം ശംബരസ്യ ശിരക്കായാത് താമ്രശ്മശ്രോജസാഹരത്. ശ്ലോകം 25. ആഗീര്യമാണോ ദിവിജൈ സ്തുവദ്ഭി കുസുമോത്കരൈഃ ഭാര്യാംബരചാരിണ്യ പുരം നീതോ വിഹായസ. ആഗീര്യമാണഃ ദിവിജൈഃ സ്തുവദ്ഭിഃ സ്തുതിക്കുന്ന ദിവിജൈഃ ദേവന്മാർ ഉടനെ തന്നെ സ്തുതിച്ചു. അവരെന്ത് ചെയ്തു? കുസുമോത്കരൈ പുഷ്പസമൂഹങ്ങൾ കൊണ്ട് ആഗീര്യമാണ വർഷിച്ചു. അതായത് പുഷ്പവൃഷ്ടി നടത്തി. പ്രദ്യുമ്നന്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തി. ഭാര്യയ അംബരചാരിണ്യ ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്നവളായ ഭാര്യയ. അപ്പൊ മായാവതിക്ക് എല്ലാ മായാവിദ്യകളും അറിയാം. അപ്പൊ ആകാശത്തിൽ കൂടി പ്രദ്യുമ്നനെയും കൊണ്ട് പോവുകയാണ്. ഭാര്യയാൽ വിഹായസ ആകാശത്തിൽ കൂടി പുരം രാജധാനിയെ കൃഷ്ണന്റെ രാജധാനിയെ നീത പ്രാപിക്കപ്പെട്ടു. അപ്പൊ മായാവതി പ്രദ്യുമ്നനെയും കൊണ്ട് ആകാശത്തിൽ കൂടി സഞ്ചരിച്ച് കൃഷ്ണന്റെ രാജധാനിയിൽ പ്രവേശിച്ചു. ആഗീര്യമാണോ ദിവിജൈ സ്തുവദ്ഭി കുസുമോത്കരൈഃ ഭാര്യയാംബരചാരിണ്യ പുരം നീതോ വിഹായസ. ശ്ലോകം 26. അന്തഃപുരവരം രാജൻ
ലലനാശത സങ്കുലം വിവേശപത്ന്യാ ഗഹനാ വിദ്യുത്യേവ ബലാഹവഹ. രാജൻ അല്ലയോ രാജാവേ, ഗഹനാത് അന്തഃപുരവരം രാജൻ ലലന ശതസങ്കുലം വിവേശപത്ന്യാ ഗഗനാത് വിദ്യുത് ഏവ ബലാഹവഹ. ഗഹനാത് ആകാശത്തിൽ നിന്ന് വിദ്യുത മിന്നൽ പിണരോടുകൂടി ബലാഹകായിവ നീലമേഘം എന്ന പോലെ. അപ്പൊ ആകാശത്തിൽ മിന്നൽ പിണർ ഉള്ളപ്പോൾ നീലമേഘം എങ്ങനെ പോകുമോ അതുപോലെ പത്നിയ ഭാര്യയോടുകൂടി ലലനാശതസങ്കുലം അനേകം സ്ത്രീകളോടുകൂടിയ അന്തഃപുരവരം ശ്രേഷ്ഠമായ അന്തഃപുരത്തെ വിവേശ പ്രവേശിച്ചു. അപ്പോൾ ആകാശത്തിൽ മിന്നലും നീലമേഘം പോകുന്നത് പോലെ പ്രത്യുമ്നൻ കൃഷ്ണന്റെ മകനാണല്ലോ, അപ്പൊ കൃഷ്ണന്റെ നിറമാണ്. അപ്പൊ നീലമേഘം ഇങ്ങനെ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന പോലെ അവർ പോയി അനേക സ്ത്രീകളുള്ള അന്തഃപുരത്തിൽ കൃഷ്ണന്റെ രാജധാനിയിൽ പ്രവേശിച്ചു. അന്തഃപുരവരം രാജൻ ലലനാശതസങ്കുലം വിവേശപത്ന്യാ ഗഹനാ വിദ്യുത്യേവ ബലാഹവഹ. ശ്ലോകം 27. തം ദൃഷ്ട്വാ ജലദശ്യാമം പീതകൗശേയവാസസം പ്രലംബബാഹും താമ്രാക്ഷം സുസ്മിതം രുചിരാനനം. ശ്ലോകം 28 കൂടെ. സ്വലംകൃതമുഖാംഭോജം നീലവക്രാളകാളിഭി കൃഷ്ണം മത്വാ സ്ത്രീയോ ഹ്രീത്വാ നിലില്ലു സ്തത്ര തത്രഹ. അപ്പൊ പ്രത്യുമ്നന്റെ ആ ഭാവമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പൊ പ്രത്യുമ്നനെ കണ്ടപ്പോൾ കൃഷ്ണനെ പോലെയാണ് തോന്നിയത്. കൃഷ്ണന്റെ മകനല്ലേ, കൃഷ്ണന്റെ നിറവും എല്ലാം തന്നെയാണ്. അപ്പൊ അങ്ങനെ അവര് കൃഷ്ണനെ കണ്ടു. തം ദൃഷ്ട്വാ അവനെ കണ്ടിട്ട്. എങ്ങനെയുള്ളവനാണ്? ജലദശ്യാമം മേഘം പോലെ കറുത്തതും പീത കൗശേയവാസസം മഞ്ഞപ്പെട്ടുടുത്തതും. ഇപ്പൊ കൃഷ്ണനെ പോലെ പ്രലംബഭാഗം നീണ്ട കൈകളോടുകൂടിയതും താമ്രാക്ഷം ചുവന്ന കണ്ണുകളോടുകൂടിയതും സുസ്മിതം മന്ദഹാസത്തോടുകൂടിയതും രുചിജാനനം മനോഹരമായ മുഖത്തോടുകൂടിയതും നീലവക്ര അളകാളിഭിഹി നീലമായും ചുരുണ്ടിരിക്കുന്ന കുറുനിരകളാകുന്ന വണ്ടുകളാൽ സ്വലംകൃത മുഖാംബോജം ഏറ്റവും അലങ്കരിക്കപ്പെട്ട മുഖാരവിന്ദത്തോടുകൂടിയും ഇരിക്കുന്ന തം അവനെ പ്രത്യുമ്നനെ ദൃഷ്ട്വാ കണ്ടിട്ട് സ്ത്രീകൾ കൃഷ്ണനെന്ന് മത്വ വിചാരിച്ചു. അപ്പൊ കൃഷ്ണന്റെ അതേ ഇതുപോലെ തന്നെ മഞ്ഞപ്പെട്ടുടുത്ത് ചുരുണ്ട മുടിയും ആ മനോഹരമായ പുഞ്ചിരിയും നോട്ടവും കറുത്ത മേഘം പോലുള്ള നിറവും എല്ലാം കണ്ടിട്ട് സുന്ദരമായ മുഖവും കണ്ടിട്ട് സ്ത്രീകൾ വിചാരിച്ചു എന്താണ് ഇത് കൃഷ്ണനായിരിക്കുമെന്ന് വിചാരിച്ച് അവര് ലജ്ജയോടുകൂടി ഹ്രീതാഹ ലജ്ജിച്ചവരായിട്ട് തത്ര അവിടെ നിലില്ലു ചെന്ന് ഒളിച്ചു. അയ്യോ അതാ കൃഷ്ണൻ വരണമെന്നും പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഒളിച്ചു നിന്ന് അന്തഃപുരവാസികൾ എല്ലാം ഒളിച്ചൊളിച്ചു നിന്ന് നോക്കുകയാണ്. ലജ്ജിതകളായിട്ട് അവിടെ ചെന്ന് ഒളിച്ചു. കൃഷ്ണനാണ് വരുന്നതെന്ന് വിചാരിച്ചു. തം ദൃഷ്ട്വാ ജലദശ്യാമം പീതകൗശേയവാസസം പ്രലംബബാഹും താമ്രാക്ഷം സുസ്മിതം രുചിരാനനം സ്വലംകൃതമുഖാംഭോജം നീലവക്രാളകാളിഭിഹി കൃഷ്ണം മത്വാ സ്ത്രീയോ ഹ്രീത്വാ നിലില്ലുസ്തത്ര തത്രഹ. ശ്ലോകം 29. അപധാര്യ ശനൈരീഷത് വൈലക്ഷണ്യേന യോഷിതഃ ഉപജഗ്മു പ്രമുദിത സസ്ത്രീരത്നം സുവിസ്മിതാഃ. അവതാര ശനൈഹി ഈഷത് വൈലക്ഷണ്യേന അല്പമായ ലക്ഷണഭേദങ്ങളാൽ അല്പം ചില ലക്ഷണഭേദങ്ങളെ ഉള്ളൂ, ബാക്കിയെല്ലാം കൃഷ്ണനെ പോലെ തന്നെ. അപ്പൊ അങ്ങനെ അല്പ ചില ലക്ഷണഭേദം കൊണ്ട്
ശനൈഹി മെല്ലെ മെല്ലെ അവതാരി അവർ ഇത് കൃഷ്ണനല്ല എന്ന് ധരിച്ചു. പ്രമുദിത ഏറ്റവും സന്തോഷിച്ചവരായ യോഷിത സ്ത്രീകൾ സ്ത്രീരത്നം സ്ത്രീരത്നത്തോട് കൂടിയവനെ ഉപജഗ്മൂർ അവന്റെ അടുത്ത് പോയി. ആദ്യം കൃഷ്ണനാണെന്ന് വിചാരിച്ചു ഒളിച്ചു. പിന്നെ നോക്കിയപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്, ഇത് കൃഷ്ണനല്ല എന്ന് പതുക്കെ മനസ്സിലായി. ആ സ്ത്രീയെ ഇതുവരെ കണ്ടിട്ടില്ല. ഉടനെ അവർ അവരുടെ അടുത്ത് ചെന്നു. സ്ത്രീകൾ വെച്ച് ലോകോത്തര സുന്ദരിയായിരിക്കുന്ന രതിയോടുകൂടി അവനെ കണ്ടപ്പോൾ അവർ ഏറ്റവും സന്തോഷിക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തു. അവർ സുസ്മിസ്മിത ഏറ്റവും ആശ്ചര്യപ്പെട്ടു. ഇതാരാണ്? കൃഷ്ണനല്ല, കൃഷ്ണനെ പോലെ ഇരിക്കുന്നു, നല്ല ഒരു സുന്ദരിയായിട്ട് വന്നിരിക്കുന്നു, ഇതാരാണെന്ന് അതിശയിച്ച് അവരുടെ അടുത്ത് കൂടി. അവതാര്യ ശൈനൈരീഷ വൈലക്ഷണ്യേന യോഷിത ഉപജഗ്മുർ പ്രമുദിത സസ്ത്രീരത്നം സുവിസ്മിതാ. ശ്ലോകം 30. അതത്ര ആസിതാപാംഗി വൈദർഭി വൽഗുഭാഷിണി അസ്മരത് സ്വസുതം നഷ്ടം സ്നേഹസ്നുത പയോധര. അഥ തത്ര അസിതാപാംഗി വൈദർഭി വൽഗുഭാഷിണി അസ്മരത് സ്വസുതം നഷ്ടം സ്നേഹസ്നുത പയോധര. അഥ അനന്തരം തത്ര അതിൽ സ്നേഹസ്നുത പയോധര സ്നേഹത്താൽ പാലൊലിക്കുന്ന സ്തനങ്ങളോടുകൂടിയവളും. അപ്പോൾ ഈ പ്രദ്യുമ്നനെ കണ്ടതും സ്നേഹം കൊണ്ട് രുക്മിണിയുടെ സ്തനങ്ങളിൽ നിന്ന് പാൽ ചുരന്നൊഴുകിയെന്നാണ്. പാലൊലിക്കുന്ന സ്തനങ്ങളോട് കൂടിയതും അപ്പൊ മകനാണെന്നുള്ള ആ ഉള്ളിൽ മകനാണെന്ന് മനസ്സിലായി. ആ പാലങ്ങ് ചുരന്നു. വൽഗുഭാഷിണി മനോഹരമായി സംസാരിക്കുന്നവളുമായ വൈദർഭി രുക്മിണി അസിതാപാംഗി സുന്ദരി നഷ്ടം കാണാതെ പോയിരിക്കുന്ന സ്വസുതം പുത്രനെ സ്മരിച്ചു. ഉടനെ തന്നെ ആ രുക്മിണി എന്ത് ചെയ്തു? തന്റെ പുത്രനെ സ്മരിച്ചു. അപ്പൊ അവൻ കാണാതെ പോയിട്ട് കുറെ വർഷമായല്ലോ. അപ്പൊ എന്റെ പുത്രനുണ്ടെങ്കിൽ അതിപ്പോ കൃഷ്ണനെ പോലെയുമാണല്ലോ. അപ്പോ രുക്മിണിക്ക് അറിയാതെ തന്നെ ആ രുക്മിണിയുടെ മാറിൽ കൂടി പാല് ഒഴുകുകയാണ്. അപ്പോൾ അവൾ കാണാതെ പോയ പുത്രനെ ഓർത്തു. അഥ തത്ര സിതാപാംഗി വൈദർഭി വൽഗുഭാഷിണി അസ്മരത് സ്വസുതം നഷ്ടം സ്നേഹസ്നുത പയോധര. 10 ദിവസം പോലും പ്രായമാകാത്ത അപ്പോഴാണ് തന്റെ പുത്രനെ എനിക്ക് നഷ്ടമായത്. അപ്പൊ ഇപ്പൊ കൃഷ്ണനെ പോലെ കണ്ടപ്പോൾ ഇത് തന്റെ നഷ്ടപ്പെട്ടു പോയ പുത്രനാണ് എന്ന് രുക്മിണിക്ക് തോന്നി. ശ്ലോകം 31. കോന്വയം നര വൈദ്യൂര്യ കസ്യവ കമലേക്ഷണ ധൃതകയാവ ജഡരേ കേയം ലുപ്ത്വാതു അനേനവാം. നരവൈദൂര്യ പുരുഷരത്നമായിരിക്കുന്ന അയം ഇവൻ കോനു ആരാകുന്നു? അപ്പൊ രുക്മിണി ചിന്തിക്കുകയാണ്. തന്റെ മകനെ ഓർത്തിട്ട് ചോദിക്കുകയാണ്, ഇവൻ എന്റെ മകനായിരിക്കും, ഇവൻ ആരാണ്? പുരുഷരത്നമാണ്, പുരുഷശ്രേഷ്ഠനാണ്, ഇവൻ ആരാണ്? കമലേക്ഷണ താമരാക്ഷൻ, താമരസാക്ഷനായിരിക്കുന്ന ഇവൻ, താമരക്കണ്ണുള്ള ഇവൻ. കസ്യവ ആരുടെ പുത്രനാണ്? കയാവ യാതൊരുത്തിയാൽ ജഡരെ വയറ്റിൽ ധൃത ധരിക്കപ്പെട്ടവനാണ്. അനേന ഇവനാൽ ലഭിക്കപ്പെട്ട ഇയം ഇവൾ കാവ ആരായിരിക്കും? അപ്പൊ ഇവന്റെ അടുത്ത് നിൽക്കുന്ന സ്ത്രീ ആരായിരിക്കും? ഇവൻ ആരാണ്? ഇവനെ ജനിപ്പിച്ചത് എന്നൊക്കെ ചിന്തിക്കുകയാണ്. കോന്വയം നരവൈദൂര്യ കസ്യവ കമലേക്ഷണ ധൃത കയാവാ ജഡരേ കേയം ലബ്ധ്വാ ത്വനേനവാം. ശ്ലോകം 32. മമ ചാപ്യാത്മജോ നഷ്ടോ നീതോയാസൂതികാഗൃഹാത് ഏതത്തുല്യവയോ രൂപോ യതി ജീവതി കുത്രചേത്. മമ ച അപി ആത്മജഃ നഷ്ടഃ നീതഃ യഃ സൂതികാഗൃഹാത് ഏതത്തുല്യവയോ രൂപഃ യതി ജീവതി കുത്രചേത്.
അപ്പൊ രുക്മിണി വിചാരിക്കും, മാമാച്ച എന്റെയും ആത്മജ പുത്രൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. യഹ യാതൊരുത്തൻ സൂതികാഗൃഹ പ്രസവിച്ചു കിടന്ന മുറിയിൽ നിന്ന് നീതഹ അപഹരിക്കപ്പെട്ടുകൊണ്ടുപോയോ, കുത്രജിത് എവിടെയെങ്കിലും യതിജീവതി ജീവിച്ചിരിക്കുന്നു എങ്കിൽ ഏതതുല്യ വയോരൂപ ഇവന് തുല്യമായ വയസ്സും രൂപത്തോടും കൂടിയവനായിരിക്കും. അപ്പൊ തന്റെ പുത്രൻ ചെറുതിലെ അപഹരിക്കപ്പെട്ടു. അപ്പൊ ഇപ്പൊ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ യവന്റെ തുല്യം തന്നെ വയസ്സും രൂപവും ഉണ്ടായിരിക്കും. മമ ചാപ്യാത്മജോ നഷ്ടോ നീതോയാ സൂതികാഗൃഹാത് ഏതത്തുല്യ വയോരൂപോ യതി ജീവതി കുത്രചേത്. ശ്ലോകം 33. കഥം ത്വനേന സംപ്രാപ്തം സാരൂപ്യം ശാർങ്ങതന്വനഃ ആകൃത്യാവയവൈർഗത്യാ സ്വരഹാസാവലോകനൈഃ. കഥം ത്വ അനേന സംപ്രാപ്തം സാരൂപ്യം ശാർങ്ങതന്വനഃ ആകൃത്യ അവയവൈഃ ഗത്വാ സ്വരഹാസ അവലോകനൈഃ. ആകൃത്യ ആകൃതി കൊണ്ടും അവയവൈഹി അവയവങ്ങൾ കൊണ്ടും ഗത്യ ഗതി നടത്തം കൊണ്ടും സ്വരഹാസാവലോകനൈ സ്വരം ഹാസം നോട്ടം ഇവ കൊണ്ടും അനേന ഇവനാൽ ശാർങ്ങതന്വനക ശ്രീകൃഷ്ണന്റെ സാരൂപ്യം സാദൃശ്യം കഥം എങ്ങനെ സംപ്രാപ്തം എങ്ങനെ പ്രാപിക്കപ്പെട്ടു. അപ്പോൾ ഇവന്റെ അവയവം കൊണ്ടും ആകൃതി കൊണ്ടും നോട്ടം കൊണ്ടും ചിരി കൊണ്ടും നടത്തം കൊണ്ടും എല്ലാം കൃഷ്ണന് സാദൃശ്യനാണ്. അപ്പൊ എങ്ങനെ കൃഷ്ണൻ്റെതുപോലെ ഉള്ള സാദൃശ്യം ഇവന് വന്നു എന്ന് രുക്മിണി ആലോചിക്കുകയാണ്. കഥം ധ്വനേന സംപ്രാപ്തം സാരൂപ്യം ശാർങ്ങതന്വനഃ ആകൃത്യാവയവർഗത്യ സ്വരഹാസാവലോകനൈഃ. ശ്ലോകം 34. സാ ഏവ വാ ഭവേത് നൂനം യോ മേ ഗർഭേ ധൃതോർഭഗ അമുഷ്മിൻ പ്രീതിർ അധിക വാമസ്ഫുരതി മേ ഭുജഃ. സഹ ഏവ വാ ഭവേത് നൂനം യഹ മേ ഗർഭേ ധൃതഃ അർഭക മേ ഗർഭേ യഹ അർഭക എന്റെ ഗർഭത്തിൽ യഹ അർഭക ഈ കുട്ടി അതൊരു കുട്ടി ധൃത ധരിക്കപ്പെട്ടുവോ സഹ ഏവ അവൻ തന്നെ ഭവേത്വാനൂനം ആയിരിക്കാം. ചിലപ്പോൾ എന്റെ ഗർഭത്തിൽ ജനിച്ചവൻ തന്നെ ആയിരിക്കുമോ? കാരണം കൃഷ്ണനെ പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ ആയിരിക്കും നിശ്ചയം. അമുഷ്മിൻ ഇവനിൽ പ്രീതി വാത്സല്യം അധികരിക്കുന്നു. അപ്പൊ എനിക്ക് ഇവനിൽ വാത്സല്യം അധികരിക്കുകയാണ്. കാരണം ഇവനെ കണ്ടപ്പോൾ തന്നെ മുല ചുരത്തുകയാണ്. മേ എന്റെ വാമഹാഭുജക ഇടത്തെ കൈ സ്ഫുരതി തുടിക്കുന്നു. അപ്പൊ എന്റെ ഇടത്തെ കൈ തുടിക്കുകയാണ്. അപ്പൊ സ്ത്രീകൾക്ക് ഇടത്തെ കൈ തുടിച്ചാൽ നല്ലതാണ്. അപ്പോൾ ആ വിചാരിച്ച കാര്യം തന്നെ നടക്കും. അപ്പൊ ഇത് എന്റെ മകൻ തന്നെ ആയിരിക്കും. സ ഏവാ ഭവേത് നൂനം യോ മേ ഗർഭേ ധൃതോർഭക അമുഷ്മിൻ പ്രീതിർ അധിക വാമസ്ഫുരതി മേ ഭുജഃ. ശ്ലോകം 35. ഏവം മീമാംസമാനായാം വൈദർഭ്യാം ദേവകീസുതഃ ദേവക്യാനകദുന്ദുഭ്യാം ഉത്തമ ശ്ലോക ആഗമത്. ഏവം മീമാംസമാനായാം വൈദർഭ്യാം ദേവകീസുതഃ വൈദർഭ്യാം വിദർഭരാജപുത്രി അതായത് രുക്മിണി ഏവം ഇപ്രകാരം മീമാംസമാനായാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉത്തമ ശ്ലോക ഉത്തമ കീർത്തിയുക്തനായ ദേവകീസുതക ശ്രീകൃഷ്ണൻ ദേവക്യ ആനക ദുന്ദുഭ്യ ദേവകി വസുദേവന്മാരോടുകൂടി ആഗമിച്ചു. അപ്പൊ ദേവകി ഇങ്ങനെ രുക്മിണി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ കൃഷ്ണൻ ദേവകി വസുദേവന്മാരോടൊത്ത് അവിടെ എത്തി. ഏവം മീമാംസമാനായാം വൈദർഭ്യാം ദേവകീസുതഃ ദേവക്യാനക ദുന്ദുഭ്യാം ഉത്തമ ശ്ലോക ആഗമത്. ശ്ലോകം 36. വിജ്ഞാതാർത്ഥോപി ഭഗവാൻ തുഷ്ണീമാസ ജനാർദ്ദനഃ നാരദോ അകഥയത് സർവം ശംബര അഹരണാദികം.
വിജ്ഞാത അർത്ഥ അപി ഭഗവാൻ തൂഷ്ണീം ആസ ജനാർദ്ദന. വിജ്ഞാത അർത്ഥ അപി അറിയപ്പെട്ട സംഗതിയോട് കൂടിയവനാകുന്നുവെങ്കിലും, അതായത് കൃഷ്ണൻ സർവജ്ഞനാണല്ലോ, കൃഷ്ണൻ എല്ലാം അറിയാമെങ്കിലും ഭഗവാൻ ഐശ്വര്യപൂർണനായ ജനാർദ്ദന കൃഷ്ണൻ തുഷ്ണീമാസ മിണ്ടാതിരുന്നു. കൃഷ്ണൻ പെട്ടെന്ന് പറഞ്ഞില്ല ഇതെന്റെ മകനാണെന്ന് പറഞ്ഞില്ല, മിണ്ടാതെ ഇരുന്നു. ശമ്പരാഹരണാധികം ശമ്പരൻ അപഹരിച്ചത് മുതലായ സർവം എല്ലാം നാരദൻ അകതയൻ നാരദൻ പറഞ്ഞു. അപ്പോൾ അവിടെ എതിർച്ചയാ നാരദ മഹർഷി അവിടെ എത്തി. അപ്പൊ കൃഷ്ണൻ എല്ലാം അറിയെങ്കിലും കൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ നാരദ മഹർഷി വന്ന് ശമ്പരൻ കുഞ്ഞിനെ അപഹരിച്ച സംഗതി മുതൽ ശമ്പരന്റെ വീട്ടിൽ വളർന്നതെല്ലാം അവിടെ ഇരുന്ന എല്ലാ പേർക്കും വേണ്ടി പറഞ്ഞു. അപ്പൊ കൃഷ്ണനൊന്നും പറഞ്ഞില്ല, എല്ലാം നാരദ മഹർഷി എതിർച്ച അവിടെ വന്ന് എല്ലാം പറഞ്ഞു. വിജ്ഞാതാർത്ഥോപി ഭഗവാൻ തുഷ്ണീമാസ ജനാർദ്ദന നാരദോ അകതയ സർവം ശമ്പരേണാഹരണാധികം. ശ്ലോകം 37. തശ്രുദ്ധ മഹദാശ്ചര്യം കൃഷ്ണാന്തപുരയോഷിത അഭ്യനന്ദൻ ബഹൂനബ്ദാൻ നഷ്ടമൃതം ഇവാഗതം. തത് ശ്രുത്വ മഹദാശ്ചര്യം കൃഷ്ണ അന്തപുരയോഷിത. കൃഷ്ണ അന്തപുരയോഷിത, കൃഷ്ണന്റെ അന്തപുരത്തിലെ സ്ത്രീകൾ മഹദാശ്ചര്യം ഏറ്റവും അത്ഭുതമായ അതിനെ ശുദ്ധ്വ കേട്ടിട്ട് അഭിനന്ദൻ ബഹൂൻ അബ്ദാൻ ബഹുകാലമായിട്ട് നഷ്ടം കാണാതിരിക്കുന്നവനെ മൃതം മരിച്ചവൻ ആഗതം ഇവ വന്നവൻ എന്ന പോലെ. ഇപ്പൊ കുറെ കാലമായിട്ട് കാണാമില്ല, അതായത് 10 ദിവസം പ്രായമായപ്പോൾ മുതൽ കാണാനില്ലാത്തവനാണ്, ഇപ്പോൾ യുവാവായിരിക്കുകയാണ്. അങ്ങനെ മരിച്ചെന്ന് വിചാരിച്ചവൻ വന്നവൻ എന്ന പോലെ ദൃഷ്ട കണ്ടിട്ട് അഭ്യനന്ദൻ അഭിനന്ദിച്ചു. ബഹുകാലമായി കാണാതിരിക്കുന്നതുകൊണ്ട് മരിച്ചുപോയി എന്ന് വിചാരിച്ചിരുന്ന അവൻ ഇപ്പോൾ ഇതാ പ്രത്യുമ്നനെ കണ്ടപ്പോൾ മരിച്ചവൻ എഴുന്നേറ്റ് വന്നാൽ ഏതുവിധം സന്തോഷിക്കുമോ അതുപോലെ എല്ലാവരും സന്തോഷിച്ചു. തശ്രുദ്ധ്വാ മഹദാശ്ചര്യം കൃഷ്ണാന്തപുരയോഷിത അഭ്യനന്ദൻ ബഹൂനബ്ദാൻ നഷ്ടം മൃതം വിവാഗതം. ശ്ലോകം 38. ദേവകീ വസുദേവശ്ച കൃഷ്ണരാമോ തഥാ സ്ത്രീയഃ ദമ്പതി തൗ പരിഷജ്യ രുക്മിണീ ച യയുർമുദം. ദേവകീ വസുദേവഃ ച, ദേവകിയും വസുദേവനും കൃഷ്ണരാമോ കൃഷ്ണനും രാമനും തഥാ സ്ത്രീയഃ അതുപോലെ അന്തപുര സ്ത്രീകളും രുക്മിണീ ച രുക്മിണിയും ദമ്പതി തൗ ഭാര്യാഭർത്താക്കന്മാരായ അവരെ പരിഷജ്യ ആലിംഗനം ചെയ്തിട്ട് മുദം സന്തോഷത്തെ യയു പ്രാപിച്ചു. അപ്പൊ നാരദനിൽ നിന്ന് തന്റെ മകനാണ് പ്രത്യുമ്നൻ എന്ന് മനസ്സിലാക്കിയ എല്ലാ പേരും, അതുപോലെ ഭാര്യയായിട്ട് വന്നിരിക്കുന്ന സ്ത്രീയെയും എല്ലാവരും ആലിംഗനം ചെയ്തു. അപ്പൊ രുക്മിണിക്കും എല്ലാവർക്കും മനസ്സിലായി ഇത് രുക്മിണിയുടെയും കൃഷ്ണന്റെയും പുത്രനായ പ്രത്യുമ്നൻ തന്നെ എന്ന് മനസ്സിലാക്കി എല്ലാവരും അവരെ ആലിംഗനം ചെയ്ത് ആനന്ദ നിർവൃതിയിൽ ആറാടി. ദേവകീ വസുദേവശ്ച കൃഷ്ണരാമോ തഥാ സ്ത്രീയഃ ദമ്പതി തൗ പരിഷജ്യ രുക്മിണീ ച യയുർമുദം. ശ്ലോകം 39. നഷ്ടം പ്രത്യുമ്നമായാതം ആകർണ്യ ദ്വാരകൗകസഃ അഹോ മൃതം ഇവായാതോ ബാലോ ദിഷ്ട്യേതി ഹാ ബ്രുവൻ. നഷ്ടം പ്രത്യുമ്നം ആയാതം ആകർണ്യ ദ്വാരക ഔകസഃ അഹോ മൃതം ഇവ ആയാതഃ ബാലഃ ദിഷ്ട്യ ഇതി ഹാ അബ്രുവൻ. ദ്വാരകൗകസഃ ദ്വാരകാവാസികൾ നഷ്ടപ്പെട്ടു പോയ പ്രത്യുമ്നനെ ആയാതം തിരിച്ചു വന്നവനായി ആകർണ്യ കേട്ടിട്ട് അഹോ ആശ്ചര്യം മൃതൈവ മരിച്ചവൻ എന്ന പോലെ, മരിച്ചവൻ തിരിച്ചു വന്നതുപോലെ ബാലക കുട്ടി ദിഷ്ട്യ ഭാഗ്യത്താൽ ആയാത അതാ തിരിച്ചു വന്നിരിക്കുന്നു ഇത് എന്ന് അബ്രുവൻ. എല്ലാവരും സന്തോഷത്തോടെ അതാ മരിച്ചുപോയ നമ്മുടെ ആ പ്രത്യുമ്നൻ തിരിച്ചു വന്നിരിക്കുന്നു, ഭാഗ്യം കൊണ്ട്
മരിച്ചവൻ എഴുന്നേറ്റ എങ്ങനെയിരിക്കും അതുപോലെ സന്തോഷിച്ച് എല്ലാവരും സന്തോഷിച്ചു. നഷ്ടം പ്രത്യുമ്നമായാതം ആകർണ്യ ദ്വാരകൗഹസഹ അഗോമൃത ഇവായാതോ ബാലോ ദിഷ്ട്യേതി ഹാ ബ്രുവൻ. ശ്ലോകം 40. യം വൈ മുഹുപിതൃ സരൂപ നിജേശഭാവ തന്മാതരോ യദഭജൻ രഹഊഢഭാവ ചിത്രം ന തത്ഖലു രമാസ്പദ ബിംബ ബിംബേ കാമേ സ്മരേ അക്ഷി വിഷയേ കിമുദ അന്യ നാര്യഃ. യം വൈ മുഹുഃ പിതൃ സരൂപ നിജ ഈശ ഭാവ തന്മാതരഃ യത് അഭജൻ രഹ രൂഢഭാവാഃ ചിത്രം ന തത് ഖലു രമ ആസ്പദ ബിംബ ബിംബേ കാമേ സ്മരേ അക്ഷി വിഷയേ കിമുദ അന്യ നാര്യഃ. യം വൈ മുഹു പിതൃ സരൂപ നിജേശ ഭാവ. പിതൃ സരൂപ, പിതൃന് തുല്യ രൂപമായതിനാൽ പിതാവിന് തുല്യ, അതായത് കൃഷ്ണന്റെ അതേ രൂപമായതുകൊണ്ട് നിജസ്വാമി എന്ന ഭാവത്തോടുകൂടി നിജ ഈശഭാവ, തങ്ങളുടെ സ്വാമി തന്നെ കൃഷ്ണൻ തന്നെ എന്ന ഭാവത്തോടുകൂടി തന്മാതരഹ അവന്റെ അമ്മമാർ ഊഢഭാവ അധികരിച്ച അനുരാഗത്തോടു കൂടിയവരായി. യം വൈ യാതൊരുത്തനെ തന്നെ മുഹു പലപ്പോഴും രഹ ഏകാന്തത്തിൽ അപജൻ ഭജിച്ചു. അപ്പൊ പിതാവായ കൃഷ്ണന് സദൃശനായിരിക്കുന്ന പ്രത്യുമ്നനെ കാണുമ്പോൾ പല സമയത്തും അവന്റെ അമ്മമാരായ ശ്രീകൃഷ്ണ പത്നിമാരുടെ മനസ്സിൽ സ്വഭർത്താവായ കൃഷ്ണനാണെന്നുള്ള ഭാവനിമിത്തം അനുരാഗസഹിതകളായി ഏകാന്തത്തിൽ പ്രവേശിച്ചിട്ടുള്ളത് ഉണ്ടെന്നുള്ളതിൽ ആശ്ചര്യപ്പെടാൻ അവകാശമില്ല. കാണുമ്പോൾ പ്രത്യുമ്നൻ കൃഷ്ണനെ പോലെ തന്നെ. അപ്പൊ ചിലപ്പോൾ അവർക്ക് കൃഷ്ണപത്നിമാർക്ക് അനുരാഗഭാവം ഉണ്ടാകും, അതിൽ ആശ്ചര്യപ്പെടാൻ അവകാശമില്ല. എന്തുകൊണ്ടാണ്? ശ്രീദേവി കൂടി വിട്ടുപിരിയാത്ത തക്കവിധം സൗന്ദര്യത്തിന്റെ മൂർത്തിമത് ഭാവമായ കൃഷ്ണന്റെ പ്രതിബിംബമെന്ന് തന്നെ തോന്നും. കൃഷ്ണന്റെ കണ്ണാടിയിൽ നോക്കിയാൽ എങ്ങനെയിരിക്കും? അതുപോലെ പ്രതിബിംബം തന്നെ ഇരിക്കും. അതുകൊണ്ട് സ്മരണ മാത്രത്താൽ ശംഭു, അതായത് ശിവൻ, അതുപോലെ തന്നെ ബ്രഹ്മാവ്, സർവ ദേവതാ അധിപന്മാരുടെയും മനസ്സിനെ കലക്കി തീർക്കുന്ന മന്മഥന്റെ അവതാരവുമായ ആ രൂപം കണ്ണിനു മുമ്പേ കാണുമ്പോൾ മാതാക്കന്മാരുടെ ചിത്തത്തിൽ കൂടി വികാരം ജനിപ്പിക്കുന്നു. അത്ര സൗന്ദര്യം, കൃഷ്ണനെ പോലെ തന്നെ കാണുന്ന. അപ്പോൾ മാതാക്കന്മാരുടെ മുമ്പിൽ പോലും അതായത് കൃഷ്ണപത്നിമാർ, അതാണ് മാതാക്കൾ എന്ന് പറയുന്നത്, മാതാക്കളുടെ ഉള്ളിൽ അനുരാഗം, വികാരം ജനിപ്പിക്കുന്നതിൽ ആശ്ചര്യമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അന്യ സ്ത്രീകളുടെ സ്ഥിതി എന്താണെന്ന് പറയണമോ എന്ന് പറയാണ്. അതാണ് മുഹു പലപ്പോഴും ഏകാന്തത്തിൽ അഭജൻ ഭജിച്ചു. ഏകാന്തത്തിൽ സ്ത്രീകൾക്ക് തോന്നും ഇത് കൃഷ്ണൻ തന്നെ. അപ്പൊ അവർക്ക് ഒരു അനുരാഗഭാവം തോന്നും. രമ ആസ്പദ ബിംബേ, ലക്ഷ്മി ദേവിയുടെ ആസ്പദമൂർത്തിയുടെ പ്രതിബിംബമായും സ്മരണ മാത്രത്താൽ ക്ഷോഭിപ്പിക്കുന്നവനുമായിരിക്കുന്ന കാമേ മന്മഥൻ. അപ്പൊ മന്മഥൻ അവരുടെ മനസ്സിനെ ക്ഷോഭിപ്പിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഇത് കൃഷ്ണൻ തന്നെ എന്ന്. അക്ഷി വിഷയെ ദൃഷ്ടിഗോചരനായിരിക്കുമ്പോൾ കാണുമ്പോൾ അത് ചിത്രം നഖലു, അത്ഭുതമല്ല, നിശ്ചയം അത് അത്ഭുതമൊന്നും തോന്നാനില്ല. കാരണം കാണുമ്പോൾ അത് കൃഷ്ണൻ തന്നെ. അപ്പോൾ അവരുടെ ഉള്ളിൽ മന്മഥ വികാരം ഉണ്ടാകുന്നതിൽ ഒരാശ്ചര്യവുമില്ല. അന്യനാര്യഹാക്കിമു, പിന്നെ അന്യ സ്ത്രീകളുടെ കാര്യം പറയണമോ? പ്രത്യുമ്നനെ കാണുമ്പോൾ എല്ലാവർക്കും അനുരാഗം തോന്നും. കാരണം കൃഷ്ണന്റെ പ്രതിബിംബം എങ്ങനെ ഇരിക്കും? അത് തന്നെയാണ്, കൃഷ്ണനെ സദൃശ്യനായി കാണുന്നു. അപ്പൊ കാമദേവന്റെ പുനർജന്മമായി ശ്രീകൃഷ്ണന്റെയും ലക്ഷ്മി ദേവിയുടെയും പുത്രനായി ഉടലെടുത്ത
ആ പ്രത്യുമ്നന്റെ അതിസൗന്ദര്യത്തെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആധ്യാത്മികമായി പറയുമ്പോൾ മഹാവിഷ്ണുവിന്റെ ചതുർമൂർത്തി ഭാവങ്ങൾ ഏതൊക്കെയാണ്? വിഷ്ണുവിന്റെ ചതുർമൂർത്തി ഭാവം വാസുദേവൻ, പ്രത്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ. അപ്പൊ ഇത് നാലും വാസുദേവൻ ചിത്തമായിട്ടും സംഘർഷണൻ അഹങ്കാരമായിട്ടും പ്രത്യുമ്നൻ മനസ്സായിട്ടും അനിരുദ്ധൻ ബുദ്ധിയായിട്ടുമാണ് പറയുന്നത്. ഇതിനെ ചതുർമൂർത്തി വ്യൂഹം എന്നാണ് പറയുന്നത്. വാസുദേവൻ, സംഘർഷണൻ, പ്രത്യുമ്നൻ, അനിരുദ്ധൻ. വാസുദേവൻ ചിത്തം, സംഘർഷണൻ അഹങ്കാരം, പ്രത്യുമ്നൻ മനസ്സ്, അനിരുദ്ധൻ ബുദ്ധി. അപ്പൊ ചിത്തത്തിന്റെ വൃത്തിയാണ് മനസ്സ്. ചിത്തവൃത്തികളെ നിയന്ത്രിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷണം. യോഗത്തിന്റെ ലക്ഷണം എന്താണ്? യോഗ ചിത്ത വൃത്തി നിരോധ. അതാണ് പതഞ്ജലി മഹർഷി യോഗത്തിന് പറഞ്ഞിരിക്കുന്ന നിർവചനം. ചിത്തവൃത്തി നിരോധനമാണ് യോഗം എന്ന് പറയുന്നത്. ചഞ്ചലമായ മനസ്സിനാൽ മോഹിതരായ പ്രഗത്ഭന്മാർ കൂടി മനസ്സിനെ സാക്ഷിഭാവത്തിലുള്ള ചിത്തത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടുന്നു. അത് സാധാരണമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചിത്തത്തെ നിയന്ത്രിക്കണം. ചിത്തവൃത്തി നിരോധക യോഗ. അപ്പൊ ചിത്തവൃത്തി നിരോധിക്കണം, ചിത്തം മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ള ഒരു തത്വം കൂടെ. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ഏകാന്തത്തിൽ വിവേചന ബുദ്ധിയോടെ പരിശ്രമിക്കണം. ഏകാന്തത്തിൽ ഭഗവാനെ തന്നെ ധ്യാനിക്കണം. ഭഗവാനെ മനസ്സിൽ നിരന്തരം നമ്മൾ സ്മരിച്ച് മനസ്സിന് ഭഗവാനെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മുടെ ചിത്തത്തിലുള്ള കാമക്രോധ മോഹലോഭ മതാദികളെല്ലാം ഇല്ലാതായി ചിത്തം ശുദ്ധമാകും. അപ്പൊ ചിത്തത്തെ നിയന്ത്രിക്കുക. ഇവിടെ മനസ്സെന്ന് പറഞ്ഞാൽ പ്രത്യുമ്നനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സംസാരത്തിൽ വീണ് ഉഴലുന്ന മനസ്സിനെ നാം നിയന്ത്രിക്കുക എന്നുള്ള പാഠവും കൂടെ ഇതിൽ നിന്ന് എടുക്കണം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ പ്രത്യുമ്നോൽപത്തിർനാമ പഞ്ചപഞ്ചാശത്തമോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.